നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കേരളത്തിലെ റബ്ബർ കർഷകരുടെ ഒരു സംശയമാണ്, ചിരട്ടക്കറ ആക്കുന്നതാണോ ലാഭം, റബ്ബർ ഷീറ്റ് ആക്കുന്നതാണോ ലാഭം? പലരും നമ്മളോട് കമൻറ്റിലൂടെ ചോദിച്ചു. അപ്പോൾ ഞാനത് ചിരട്ടക്കറയാണ് ലാഭം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് എങ്ങനെ ലാഭകരമാകുമെന്നാണ് വീണ്ടും അവരുടെ സംശയം. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് അതിനെക്കുറിച്ച് വിശദമായ വീഡിയോ ചെയ്തു. അപ്പോൾ അത് കണ്ടിട്ടില്ല പലരും. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ടും പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പുതിയൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. പണ്ട് കാലങ്ങളിൽ കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു രീതിയാണ് റബ്ബർ ഷീറ്റ് ആക്കുക എന്നുള്ളൊരു രീതി. ഇപ്പോൾ ഈ ചിരട്ടക്കറ ആക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 വർഷമൊക്കെ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് നമ്മുടെ പണ്ട് കാലങ്ങളിൽ എൻ്റെ കുഞ്ഞുനാളിലൊക്കെ ഞാൻ കാണുന്നത് എല്ലാവരും റബ്ബർ വെട്ടി പാലെടുത്ത് ഷീറ്റ് ആക്കുന്നതാണ് കാണുന്നത്. പിന്നെ അതിനുശേഷം വടുവുണ്ടെങ്കിൽ രണ്ടാമതും പോയി പാലെടുത്ത് വീണ്ടും അത് ഷീറ്റ് ഉറയൊഴിച്ച് ഷീറ്റാക്കി വിൽക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ നാട്ടിൽ നിലനിന്ന് പോയിരുന്നത്. കേരളത്തിൽ എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെ ആയിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായതേ ഉള്ളൂ എല്ലാവരും ഈ ചിരട്ടക്കറയിലോട്ട് മാറിയിട്ടും. ആദ്യം ഈ ചിരട്ടക്കറയിലോട്ട് മാറാനുള്ള ഒരു പ്രധാന കാരണം റബ്ബർ ഷീറ്റിന് ഇടയ്ക്ക് വെച്ചുണ്ടായ വിലയിടിവ് തന്നെയായിരുന്നു. അപ്പോൾ റബ്ബർ ടാപ്പിംഗ് ചെയ്ത് പാലെടുത്ത് ഷീറ്റ് അടിക്കുന്നതിന് കൂടുതൽ കൂലി കൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് റബ്ബർ ടാപ്പിംഗ് മാത്രം ചെയ്താൽ മതി, ചിരട്ടക്കറ ആക്കാന്നുള്ള രീതിയിലോട്ട് ചിലരങ്ങ് മാറി. അപ്പോൾ ജോലി ലാഭിക്കാൻ വേണ്ടിയിട്ടും ക്യാഷ് ലാഭിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അത് അങ്ങനെ തുടങ്ങിയത്. ഉള്ളത് മതി, കിട്ടുന്ന ആട്ടെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. പക്ഷേ അത് ചെയ്തവർക്കെല്ലാം ആദ്യം ഒരു നഷ്ടമാണെങ്കിലും പിന്നീട് പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ പരീക്ഷണങ്ങൾ വിജയിച്ചതിലൂടെ ചിരട്ടക്കറ ലാഭകരമായിട്ട് മാറിയിരിക്കുകയാണ്. നിങ്ങൾ വൻകിട തോട്ടങ്ങൾ നോക്കൂ, അവിടെ വരെയും ഈ ചിരട്ടക്കറയാക്കുന്ന ഒരു പ്രാവശ്യം ഇവർ ചിരട്ടക്കറ ആക്കിയാൽ പിന്നീട് അവർ ഷീറ്റിലോട്ട് തിരിച്ചു വരുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം ഇവർക്ക് അത് ലാഭകരമാണെന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിരട്ടക്കറ ആക്കിയപ്പം എനിക്ക് ലാഭം തന്നെ ആയിരുന്നു. പക്ഷേ എനിക്ക് ഈ ചിരട്ടക്കറ എടുക്കുമ്പോൾ എൻ്റെ ആസിഡ് കൈക്ക് ഒരു അലർജി ആയതുകൊണ്ട് ഞാൻ വീണ്ടും റബ്ബർ ഷീറ്റിലോട്ട് മാറിയേ ഉള്ളൂ. എല്ലാവരും ഇപ്പോൾ ആകാംക്ഷയോട് കാത്തിരിക്കുന്നത് ഇത് എങ്ങനെയാണ് ലാഭകരം ആക്കാമെന്നുള്ളതാണ്. അത് തന്നെയാണ് ഇനി പറഞ്ഞു വരുന്നത്. സാധാരണഗതിയിൽ ഒരു റബ്ബർ ഷീറ്റ് ആക്കുന്നവർ ചെയ്യുന്നത്, നമ്മളൊരു റബ്ബർ മരം ടാപ്പിംഗ് ചെയ്ത് ഒരു 1.5-2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്ത് പോയി പാലെടുത്ത് പിന്നെ പാലെടുത്തുകൊണ്ട് വന്നിട്ട് അരിച്ച് വെള്ളമൊഴിച്ച് ഡിഷിലൊഴിച്ച് ആസിഡ് ഒഴിച്ച് ഇളക്കി പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മളത് റോളറിൽ വെച്ച് പരത്തി ഷീറ്റാക്കുന്നതാണ് റബ്ബർ ഷീറ്റാക്കുന്നവർ ചെയ്യുന്നത്. അതിനുശേഷം ഈ ഷീറ്റ് അടിച്ചിട്ട് പിന്നെ നമ്മൾ വെള്ളത്തിൽ മുക്കി തണലത്തിട്ടെന്ന് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും പുകയത്തിട്ട് 3 ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് ഈ 4 ഷീറ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും ജോലി ഈ റബ്ബർ ഷീറ്റ് ആക്കുന്നതിൻ്റെ അകത്ത് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ചിരട്ടക്കറ ആക്കുന്നതിൻ്റെ അകത്ത് ഇതിൻ്റെ പകുതി ജോലി പോലും ഇല്ല. നമ്മൾ ടാപ്പിംഗ് ചെയ്യുമ്പോൾ ആ ടാപ്പിംഗ് കൂലി മാത്രം കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പ്രത്യേകം ഈ പാലെടുക്കുന്നതിൻ്റെ കൂലിയില്ല, ടാപ്പിംഗ് കൂലി മാത്രം. അത് തന്നെ ഒരു ലാഭം തന്നെയാണ്. പിന്നെ നമുക്ക് പാലെടുക്കേണ്ട, ഷീറ്റ് അടിക്കേണ്ട, പിന്നെ നമ്മൾ ഈ 4 ഷീറ്റ് ആക്കേണ്ട ഒരു രീതിയില്ല. ഇതിപ്പോൾ നമ്മൾ ചിരട്ടക്കറയിൽ ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണങ്ങിയതിന് എല്ലാത്തിനും ഒരു വില തന്നെയാണ്. നമ്മൾ റബ്ബർ ഷീറ്റ് എങ്ങനെ കൊടുത്തു എന്ന് പറഞ്ഞാലും അതിലൊരു ചെറിയ പച്ചയുണ്ടെങ്കിൽ ഈ 4 ഷീറ്റ് അത് 5 മാറും, ചെറിയൊരു പൂപ്പലുണ്ടെങ്കിൽ 5 മാറും. ആദ്യകാലത്ത് ചിരട്ടക്കറ ആക്കിയവർക്ക് ഒരു പരാജയം തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്തെങ്കിൽ മാത്രമേ ഇത് ലാഭകരമാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ റബ്ബർ മരം ടാപ്പിംഗ് ചെയ്ത് പോയതിന് ശേഷം ഒന്നുകിൽ നമ്മുടെ വീട്ടിൽ ആളുണ്ടെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആസിഡ് ഒഴിച്ച് ഇളക്കി കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ടാപ്പിംഗുകാരൻ തന്നെയാണ് ഈ ആസിഡ് ഒഴിക്കുന്നതെങ്കിൽ ടാപ്പിംഗ് കഴിഞ്ഞതിന് ശേഷം തന്നെ ഈ ചിരട്ടയിലോട്ട് ആസിഡ് ഒഴിച്ചങ്ങ് പോയാൽ മതി. പിന്നെ ഈ പാല് വീഴുന്ന ചലനം കൊണ്ട് അതങ്ങ് ഉറഞ്ഞോളും. അതല്ലാതെ ടാപ്പിംഗ് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഈ ആസിഡ് ഒഴിക്കാൻ ടാപ്പിംഗിനോട് പറഞ്ഞാൽ പ്രത്യേകം കൂലി കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്കവിടെ ഒരു ലാഭത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇച്ചിരി താമസിച്ചാലും ആ ചിരട്ടക്കറ ഉറഞ്ഞു കിട്ടും. അപ്പോൾ ആദ്യകാലങ്ങളിൽ ഈ ആസിഡ് ഒഴിക്കുന്ന ഒരു രീതിയില്ലായിരുന്നു. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു പരാജയം എന്ന് പറയുന്നത്. ആസിഡ് ഒഴിക്കാത്ത ഒരു ചിരട്ടക്കറയിൽ നമ്മൾ എത്ര ഉണങ്ങിയെന്ന് പറഞ്ഞാലും ആദ്യമൊക്കെ വെളുത്തിരിക്കത്തുള്ളൂ. അതേപോലെ നല്ലതുപോലെ 100% അല്ലെങ്കിൽ 90%, 80% ഉണങ്ങിയെങ്കിൽ മാത്രമേ അതിനൊരു കറുപ്പ് നിറം വരികയുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ആസിഡ് ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കയറി ആസിഡിൻ്റെ ഈ പ്രവർത്തനം കൊണ്ട് പെട്ടെന്ന് കയറി പുറം മൊത്തം കറുപ്പടിക്കാൻ കാരണമാകുന്നുണ്ട്. ചിരട്ടക്കറയുടെ പുറം കറുപ്പ് നിറമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് കൊടുക്കാം. പക്ഷേ എത്ര കറുപ്പ് നിറം ആയെന്ന് പറഞ്ഞാലും ഈ ചിരട്ടക്കറ നല്ല കനത്തിലിരിക്കുന്നതുകൊണ്ട് ഉള്ളു ഉണങ്ങണമെന്നില്ല. അപ്പോൾ വെയിറ്റ് കൂടും. ഇത് രണ്ടാമത്തെ ലാഭം. പിന്നെ ചിരട്ടക്കറ ആക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ എപ്പം നമ്മൾ ചിരട്ട നിറയുന്ന സമയത്ത് മാത്രമേ ആ ചിരട്ടക്കറ നമ്മൾ എടുക്കാവുള്ളൂ. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഇന്ന് ടാപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേന്ന് ടാപ്പിംഗ് ചെയ്യില്ല. അപ്പോൾ പിന്നെ അടുത്ത 3-ാമത്തെ ദിവസമായിരിക്കും നമ്മൾ ടാപ്പിങ്ങിനായിട്ട് ചെല്ലുന്നത്. അപ്പോൾ ആ ടാപ്പിങ്ങിനായിട്ട് ചെല്ലുന്ന സമയത്ത് ഈ ടാപ്പിംഗുകാരൻ തന്നെ ആ ചിരട്ടക്കറ ഇളക്കിയതിൻ്റെ ചൂട്ടിൽ ഇട്ടോളും. പിന്നീട് നമുക്ക് അന്നോ അതിൻ്റെ പിറ്റേന്നോ ഒന്ന് തോന്നിട്ട് നമ്മൾ പിന്നെ പോയി എടുത്താൽ മതിയായിരിക്കും. അപ്പോൾ ആ വെള്ളം ഒന്ന് തോന്നു കിട്ടുകയും ചെയ്യും. നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ടാപ്പിംഗ് ആരംഭിക്കുമ്പോൾ ചിലപ്പോൾ 3-4 ദിവസമൊക്കെ ടാപ്പിംഗ് ചെയ്തെങ്കിൽ മാത്രമേ ആ ചിരട്ട നിറയുകയുള്ളൂ. അപ്പോൾ ആ നിറഞ്ഞതിന് ശേഷമേ ഈ ചിരട്ടക്കറ എടുക്കാവുള്ളൂ. അപ്പോൾ ചിലർ ചിന്തിക്കും ഒരു ദിവസം ടാപ്പിംഗ് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ടാപ്പിങ്ങിന് വരുമ്പോൾ ഈ ചിരട്ടക്കറ എടുക്കും. പക്ഷേ അങ്ങനെ വരുമ്പോഴും നമ്മുടെ ആ ലാഭം അവിടെ നഷ്ടപ്പെടുകയാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ചിരട്ടക്കറ ആക്കുന്നവർ ഈ പാലിൽ ആസിഡ്
മസ്റ്റായിട്ട് ഒഴിച്ചിരിക്കണം. പിന്നെ ഈ ചിരട്ട നിറഞ്ഞതിന് ശേഷമേ ഈ ചട്ടക്കറ എടുക്കാവുള്ളൂ. ഈ 2 കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ലാഭകരം തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ചട്ടക്കറ എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് പുകപ്പര ഉണ്ടെങ്കിൽ പുകപ്പരയെ തട്ടാക്കിയിട്ട് ആ തട്ടിലിട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ 3 ദിവസം കൊണ്ട് തന്നെ ഇത് ഉണങ്ങി കിട്ടും. അപ്പോൾ പുറം കറുത്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഒരാഴ്ച റബ്ബർ ഷീറ്റ് ആക്കി നോക്കുക, പിന്നീട് അടുത്ത ആഴ്ച ഈ ചട്ടക്കറ ആക്കി നോക്കുക. അപ്പോൾ ഏതാണ് ലാഭകരമെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ചട്ടക്കറ തന്നെയാണ് ലാഭം. നമ്മൾ സാധാരണ റബ്ബർ ഷീറ്റ് ആക്കുന്നവർ ഈ വള്ളിപ്പാലൊക്കെ എടുത്ത് പിന്നെ ബാക്കി വടുവൊക്കെ ഇരിക്കുന്നത് നമ്മളതിൽ ആസിഡൊന്നും ഒഴിക്കുന്നില്ല. നമ്മൾ ആസിഡൊക്കെ ഒഴിക്കാതെ നമ്മൾ ചട്ടക്കറ എടുത്തുകൊണ്ട് വരുന്നു. നമ്മളത് ഒരുപാട് ഇട്ട് ഉണക്കി കഴിയുമ്പോഴായിരിക്കും ഒന്ന് ഉണങ്ങി കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്നിട്ടും അത് പച്ച കാണും. അപ്പോൾ നമുക്ക് അത് 60%, 70% ആ DRCയുടെ ക്യാഷേ കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു മനസ്സിലൊരു അനുഭവം ഇരിക്കുന്നത് കൊണ്ടാണ് അപ്പം ചട്ടക്കറയാണോ ലാഭം, ഈ റബ്ബർ ഷീറ്റാണോ ലാഭം എന്നൊരു സംശയം വരുന്നത്. റബ്ബർ ഷീറ്റ് ആക്കുന്നവർ റബ്ബർ ഷീറ്റിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ചട്ടക്കറ നമുക്ക് കിട്ടുന്നു, അത് കിട്ടുന്ന രീതിയിൽ ഉണക്കി കൊടുക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ചട്ടക്കറ ആക്കുന്നവർ ചട്ടക്കറയിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അവർ ആദ്യം ഈ ചട്ടക്കറ ആക്കിയപ്പോൾ നഷ്ടം വന്നപ്പോൾ പിന്നീട് അവർ ചിന്തിച്ചു ഇതെങ്ങനെ ലാഭകരമാക്കാമെന്നുള്ളത്. അപ്പോൾ ആദ്യം ഒരാളിങ്ങനെ ആസിഡ് ഒഴിച്ച് നോക്കി, അത് ലാഭകരമാണെന്ന് കണ്ടു. അത് കണ്ട് അടുത്ത ആൾക്ക് ചെയ്തു. അപ്പോൾ ഈ കേരളം മൊത്തത്തിൽ ഇപ്പോൾ ചട്ടക്കറ ആക്കുന്ന ഒരു രീതിയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചട്ടക്കറ ആക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ലാഭകരം ഈ ഷോർട്ടർ ടാപ്പിംഗ് ചെയ്യുന്നവർക്കാണ്. ഷോർട്ടർ മരം ടാപ്പിംഗ് ചെയ്യുന്നവർക്കാണ്. അതിലാണ് ഏറ്റവും കൂടുതൽ ലാഭം വരുന്നത്. പിന്നെ അതിനുശേഷം ഒറ്റപ്പെട്ട വരുന്നുള്ളൂ. ഈ ഷോർട്ടർ മരം ടാപ്പിംഗ് ചെയ്യുന്നവർ ടാപ്പിംഗ് ഒരു മരത്തിൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കിട്ടിയ വള്ളിപ്പാൽ സഹിതം ആ ചിരട്ടയിലിടുന്നു, അത് പാല് വീഴുന്നു, ഉറയുന്നു. അങ്ങനെ അത് ചെയ്യുന്നത് അല്ല. വള്ളിപ്പാൽ പ്രത്യേകം അവരും മാറ്റിയെടുക്കുന്നില്ല. അത് ഒറ്റപ്പെട്ട വെട്ടുന്നവരും അത് തന്നെയാണ് ചെയ്യുന്നത്. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണും ഞാൻ വിശ്വസിക്കുന്നു. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.